ഒരിക്കൽ കഴുതയും സിംഹവും കുറുക്കനും കൂടി നായാട്ടിന് പോയി. താമസിയാതെ തന്നെ നായാട്ടു സംഘം ഒരു കലമാൻ്റെ കഥ കഴിച്ചു. മൂവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. വയറു നിറയാനുള്ള ഭക്ഷണം കിട്ടിയിട്ടുമുണ്ട്. സിംഹം കഴുതയെ വിളിച്ചു. കഴുത സുഹൃത്തെ, ഈ മാനിനെ നീ മൂന്നായി കീറി മുറിച്ച് ഓരോരുത്തർക്കുമുള്ള ഭാഗം വേർതിരിക്കൂ. കഴുത ഒട്ടും അമാന്തിച്ചില്ല. 3 സമഭാഗങ്ങളായി മാനിനെ അവൻ വീതിച്ചു. 3 പേരും കൂടിയാണല്ലോ നായാട്ടിന് പോയത്. അപ്പോൾ 3 പേർക്കും തുല്യമായ വീതമെന്നത് ന്യായം തന്നെ. സിംഹത്തിനിത് കണ്ടു നിൽക്കാൻ സാധിച്ചില്ല. മൃഗരാജാവിന് കഴുതയുടെയും കുറുക്കൻ്റെയും തുല്യമായ വീതമോ? അസംബന്ധം! സിംഹം കഴുതയുടെ മേൽ ഒരു അലർച്ചയോടെ ചാടി വീണ് അവനെ കീറിപ്പൊളിച്ചു. അടുത്തതായി സിംഹം കുറുക്കനെ വിളിച്ചു. കുറുക്കൻ സുഹൃത്തെ, ഭക്ഷണം കഴിക്കാൻ സമയം വൈകിയിരിക്കുന്നു. നീ ആ മാനിനെ ഒന്ന് ഭാഗിക്കൂ. വേഗമാകട്ടെ, നിന്റെ മിടുക്ക് ഞാനൊന്ന് കാണട്ടെ. കുറുക്കൻ വല്ലാതെ വിയർത്തു. അവനൊന്ന് പതുങ്ങി. എന്നാൽ യാതൊരു ഭാവഭേദവും മുഖത്ത് കാണിക്കാതെ അവനെ ഏൽപ്പിച്ച ജോലി അവൻ ചെയ്യാൻ തുടങ്ങി. വായിൽ കൊള്ളാവുന്നത്ര മാനിറച്ചി മാത്രം അവൻ എടുത്തു. ബാക്കി മുഴുവൻ മാനിറച്ചിയും മൃഗരാജാവിന് നീക്കിവെച്ചു. എന്നിട്ട് പറഞ്ഞു, തിരുമേനി, അങ്ങ് ഏൽപ്പിച്ച ജോലി ഞാൻ പൂർത്തിയാക്കി. ഇനി അങ്ങേക്ക് ഭക്ഷണമാക്കാം. ദാ ആ കാണുന്ന ചെറിയ ഭാഗം മാത്രം മതി എനിക്ക്. സിംഹത്തിന് സന്തോഷമായി. അവൻ കുറുക്കനോട് ചോദിച്ചു, ആരാണ് സുഹൃത്തെ ഇത്ര ഭംഗിയായി വീതം വയ്ക്കാൻ നിന്നെ പഠിപ്പിച്ചത്? പ്രത്യേകമായി ആരും പഠിപ്പിച്ചതല്ല, വിനയാന്യതനായി കുറുക്കൻ പ്രതിവചിച്ചു. തുറന്ന പുസ്തകം പോലെ അപ്പുറത്ത് ചത്തുകിടക്കുന്ന കഴുത സുഹൃത്തിൻ്റെ ജഡത്തിലേക്ക് ഒന്ന് നോക്കേണ്ടി വന്നതേയുള്ളൂ. എല്ലാ പാഠങ്ങളും അതിൽ നിന്നും ഞാൻ പഠിച്ചു തിരുമേനി. മൃഗരാജാവ് ഭക്ഷണം കഴിക്കാൻ അപ്പോഴേക്കും ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. ബുദ്ധിമാന്മാർ മറ്റുള്ളവരുടെ മഠയത്തരങ്ങളിൽ നിന്നും പാഠം പഠിക്കുന്നു.